നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ബിജെപിയിലെ കോടികളുടെ ക്രമക്കേട് ദേശീയ നേതൃത്വത്തിന് മുന്നിലെത്തിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്നും അയച്ച കത്ത് മാതൃഭൂമി ന്യൂസിന്. ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിന് മെയ് 26 ലഭിച്ച ഇമെയിൽ സംസ്ഥാന ഭാരവാഹികളടക്കം നടത്തിയ സാമ്പത്തിക ക്രമക്കേട് വിവരിക്കുന്നുണ്ട്. കൊടി, ഷാള്, കട്ടൌട്ട്, ഹോട്ടൽ മുറി ബുക്കിംഗ്, കാർ വാടക എന്നിവയിലെല്ലാം കമ്മീഷൻ അടിച്ചെന്നുള്ള വിവരങ്ങളാണ് ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. തുടർന്ന് അച്ചടക്ക സമിതി രൂപീകരിച്ച രാജീവ് ചന്ദ്രശേഖറിന്റെ കത്തും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. സംസ്ഥാന BJPയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നത് അഴിമതിയുടെ കൊടിമുടിയാണെന്ന് വിവരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളോ മാധ്യമങ്ങളോ അല്ല. ഇവിടെ പാർട്ടിയുടെ ഭാഗമായി ചുമതല വഹിച്ചവർ തന്നെയാണ്. അവർ സാമ്പത്തിക ക്രമക്കേടിന്റെ വിവരങ്ങൾ BJP ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിനെ ഇമെയിലായി അറിയിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ വമ്പൻ അഴിമതി വിവരിക്കുന്ന ഇമെയിലിലെ ഉള്ളടക്കം ദേശീയ നേതൃത്വത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ക്രമക്കേട് പരാതികളെക്കുറിച്ച് അന്വേഷിക്കാൻ ദേശീയ നേതൃത്വം എത്തുകയും സംസ്ഥാന നേതൃത്വത്തോട് അന്വേഷണം ആവശ്യപ്പെട്ടതിന്റെയും അടിസ്ഥാനം ഈ കത്തായിരുന്നു. BL സന്തോഷിന് ലഭിച്ച കത്തിന്റെ ആദ്യ ഭാഗത്ത് BJP പ്രവർത്തകർ വളരെ വൈകാരികമായി കാണുന്ന ഈ പതാകയുടെ പേരിലുള്ള അഴിമതിയെക്കുറിച്ചാണ്. ദേശീയ നേതൃത്വം സംസ്ഥാന BJPക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്ന കൊടി, ഷാൾ, തൊപ്പി തുടങ്ങിയ പ്രചാരണ സാമഗ്രികൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സ്വന്തം നിലയിൽ വിലയ്ക്ക് വാങ്ങി. 1,62 ലക്ഷം രൂപയ്ക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങി. കമ്മീഷനായി 31 ലക്ഷം രൂപ പലരും കൈപ്പറ്റിയെന്നാണ് ഗുരുതരമായ പരാതി. തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി കമ്മീഷൻ തുക കൈപ്പറ്റുന്നത് താൻ നേരിട്ട് കണ്ടതായി ഇമെയിലിൽ പരാതിക്കാരൻ BL സന്തോഷിനോട് വിവരിച്ചു. പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ നേതാക്കൾ പ്രചാരണത്തിനായി കേരളത്തിലെത്തിയപ്പോൾ പ്രവർത്തകർക്കായി കട്ടൗട്ട് നൽകിയിരുന്നു. ഈ കട്ടൗട്ട് വാങ്ങിയതിലുള്ള കമ്മീഷൻ അഴിമതിയെക്കുറിച്ച് ഇങ്ങനെയാണ് വിവരിക്കുന്നത്. കട്ടൗട്ടിനായുള്ള കൊട്ടേഷൻ ഇൻസൈറ്റ് എന്ന ഒരു കമ്പനിക്ക് മാത്രമാണ് നൽകിയത്. പബ്ലിസിറ്റി ഇൻചാർജുമാരായ 2 പേർ 5 ലക്ഷം രൂപ കമ്മീഷൻ വാങ്ങിയെന്ന വിവരങ്ങളാണ് കൈമാറിയത്. മേഖലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് ആരോപണ വിധേയർ. പ്രചാരണത്തിനുള്ള പാർട്ടിക്കൊടി പണം കൊടുത്തു വാങ്ങിയത് തന്നെ വലിയ ക്രമക്കേടെന്ന ആക്ഷേപം ദേശീയ നേതൃത്വത്തിൻ്റെ മുന്നിലാണ്. അതിൽ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ പങ്കിനെക്കുറിച്ചുള്ള കണക്കുകളും കത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മണ്ഡലങ്ങളിലേക്കുള്ള കൊടി 2 ലക്ഷം രൂപയ്ക്ക് വിറ്റെന്നാണ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കായി പ്രചാരണത്തിനെത്തിയ നേതാക്കൾക്കായി സ്റ്റാർ ഹോട്ടലുകളിലടക്കം മുറികൾ ബുക്ക് ചെയ്തിരുന്നു. ഈ മുറി ബുക്കിങ്ങിന്റെ പേരിലുള്ള ക്രമക്കേടിനെക്കുറിച്ചും നേതൃത്വത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സ്റ്റാർ ഹോട്ടലിൽ 30 മുറികളാണ് ചുമതലപ്പെട്ട സംസ്ഥാന സെക്രട്ടറി BJPയുടെ പ്രചാരണത്തിനെത്തുന്നവർക്കായി ബുക്ക് ചെയ്തത്. ഇതിൽ താമസമുണ്ടായിരുന്നത് ചിലതിൽ മാത്രമാണ്. പക്ഷേ എല്ലാ മുറികളും ഉപയോഗിച്ചതായി ബില്ലുണ്ടാക്കിയെന്ന ക്രമക്കേടും ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് യാത്രാ ആവശ്യങ്ങൾക്കായി വാഹനം ബുക്ക് ചെയ്തതിലും വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് നേതൃത്വത്തെ പരാതിയിലൂടെ ധരിപ്പിക്കുന്നത്. ഉയർന്ന നിരക്കിൽ വാഹനങ്ങൾ ബുക്ക് ചെയ്ത ശേഷം കുറഞ്ഞ നിരക്ക് ഉടമകൾക്ക് നൽകുകയും ചുമതലപ്പെട്ടവർ കമ്മീഷൻ വാങ്ങുകയും ചെയ്തെന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ചുമതലയുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി എല്ലാ ക്രമക്കേടും നടത്തിയതെന്നും അന്വേഷണം വേണമെന്നും BL സന്തോഷിനെ പരാതിക്കാരൻ ധരിപ്പിച്ചു. പിന്നാലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതികൾ BJP ദേശീയ നേതൃത്വം സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസിന് കൈമാറി. BJP ദേശീയ നേതൃത്വത്തിൻ്റെ പ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തി ആരോപണ വിധേയരെയും പരാതിക്കാരെയും കേട്ടു. BJP സംസ്ഥാന കാര്യാലയത്തിന് പുറത്ത് ഒരു സംസ്ഥാന നേതാവിൻ്റെ വീട്ടിൽ വച്ചായിരുന്നു വിവരശേഖരണം. തുടർന്ന് സംസ്ഥാന നേതൃത്വം എടുത്ത നടപടിയാണ് ഈ കത്ത്. ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജൂൺ 26 സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അച്ചടക്ക സമിതി രൂപീകരിച്ചു. അന്വേഷണത്തിന് വേണ്ടിയായിരുന്നു. കുമ്മനം രാജശേഖരനെയും വിവരങ്ങൾ ലഭിച്ച ട്രഷറർ E കൃഷ്ണദാസിനെയും അന്വേഷണത്തിന് നിയോഗിച്ച് പുറത്തിറക്കിയ ഈ ഉത്തരവ് ക്രമക്കേട് പരാതിയുടെ വ്യാപ്തി തെളിയിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സാമ്പത്തിക ക്രമക്കേടും നടന്നിട്ടില്ല എന്ന് BJP സംസ്ഥാന നേതൃത്വം കണ്ണടയ്ക്കുമ്പോഴും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് സംസ്ഥാന സെക്രട്ടറിയെയും മേഖലാ സെക്രട്ടറിയെയും സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും പദവികളിൽ നിന്ന് ഒഴിവാക്കിയത്. ക്യാമറമാൻ അനൂപിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വലിയ അഴിമതി ഉൾപ്പെടെ പാർട്ടിക്കുള്ളിൽ നടന്നു. ഓരോ കാര്യത്തിൽ അത് കൊടി വാങ്ങുന്നതിൽ, ഷോൾ വാങ്ങുന്നതിൽ തുടങ്ങി ഉണ്ടായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കത്തുകൾ നമുക്ക് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നതിലൂടെ. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായിട്ടുള്ള വിജയം അത് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ചരിത്രപരമായിട്ടുള്ള വിജയം പാർട്ടി നേടുമ്പോൾ പാർട്ടിക്ക് അകത്തുണ്ടായിട്ടുള്ള അഴിമതി, സാമ്പത്തിക ക്രമക്കേട് എന്തൊക്കെയാണ്, ആരൊക്കെ പറ്റിച്ചു, ഏതൊക്കെ തലത്തിൽ ആ തലത്തിൽ പൈസ വെട്ടിപ്പ് ഉണ്ടായി?
അക്ഷയ, ഈ 3 സീറ്റാണ് വിജയിച്ചെങ്കിലും ലക്ഷ്യം BJPയുടേത് 10-ലധികം സീറ്റുകളായിരുന്നു. അപ്പോൾ ഈ പലരുടെയും, അതായത് ചുമതലയുണ്ടായിരുന്ന പലരുടെയും ലക്ഷ്യം പണമുണ്ടാക്കുക എന്നതായിരുന്നു എന്നത് ഈ പരാതിയിലെ ഉള്ളടക്കം കാണുമ്പോൾ നമുക്ക് ബോധ്യമാകും. ഏതായാലും ഈ പരാതിക്കാരന് പരാതി താൻ ആരാണ് എന്നത് തുറന്നു പറയാൻ തയ്യാറല്ല, അല്ലെങ്കിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ ചുമതല വഹിച്ചിരുന്ന, അല്ലെങ്കിൽ ആരോപണ വിധേയരായി ചുമതല വഹിച്ചിരുന്ന പലരുടെയും പേരുകളും നമ്മൾ ഒഴിവാക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഏതായാലും ദേശീയ നേതൃത്വത്തിന് മുൻപാകെ എല്ലാ പേരുകളും എത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേശീയ നേതൃത്വത്തിൻ്റെ പ്രതിനിധികൾ ഇവിടെ എത്തുകയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ വസതിയിൽ വെച്ച് തന്നെയാണ് ഇവരുടെയൊക്കെ അഭിപ്രായം ആരാഞ്ഞത്. അതായത് ഈ പരാതിക്കാരന് ബോധിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം ഹിയർ ചെയ്തത് അവിടെ വെച്ച് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിലൊരു നടപടിയിലേക്കെല്ലാം പോയി. ഇത് നിസാര കളിയല്ല, ഒരുപാട് കോടികളുടെ ക്രമക്കേടാണ് നടന്നിട്ടുള്ളതെന്നുള്ള ഒരു ബോധ്യമാണ് സംസ്ഥാന നേതൃത്വത്തിനുമുള്ളത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വളരെ ഞെട്ടലോടെ, വളരെ സീരിയസ് ആയി തന്നെയാണ് ഈ ക്രമക്കേടുകളെ കണ്ടത് എന്നത് തന്നെയാണ്. അതായത് കേന്ദ്ര നേതൃത്വം കൂടി ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം, അല്ലെങ്കിൽ ഈ പരാതിയുടെ ഉള്ളടക്കം അടക്കമുള്ള കാര്യങ്ങൾ, സംസ്ഥാന ട്രഷറർ ശേഖരിച്ച തെളിവുകൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് പോകുമ്പോൾ സംസ്ഥാന നേതൃത്വം, അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് ഇതിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും BJPക്ക് അകത്തുള്ള വലിയൊരു വിഭാഗം, 2 വിഭാഗവും ഈ ക്രമക്കേടുകളിൽ വലിയ അന്വേഷണം വേണം, അല്ലെങ്കിൽ കൂടുതൽ ഇതിൻ്റെ അന്വേഷണം വേറെ തലത്തിലേക്ക് പോകണമെന്ന അഭിപ്രായത്തിൽ തന്നെയാണ്. കാരണം ഏറ്റവും പ്രചാരണത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ പലർക്കായി ചുമതലകൾ വിഹിതിച്ച് നൽകിയിരുന്നു. അതെല്ലാം നേരിട്ട് കാണുകയും അതിൻ്റെയൊക്കെ ഭാഗമായി നിൽക്കുകയും ചെയ്തവരാണ് ഈ ക്രമക്കേടുകളെക്കുറിച്ച് സംസ്ഥാന ട്രഷററെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് സംസ്ഥാന ട്രഷറർക്ക് മുൻപാകെ പല വിധത്തിലുള്ള പരാതികളും രേഖകളും എല്ലാം കിട്ടിയത്. സംസ്ഥാന സെക്രട്ടറിയായും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായൊക്കെ ചുമതല വഹിക്കുന്നവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളടക്കം, അല്ലെങ്കിൽ അവർ ബോധപൂർവമോ ഒക്കെ ആയി നടത്തിയിട്ടുള്ള ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളടക്കം ട്രഷറർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടപടിയിലേക്ക് പോകുമ്പോൾ കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം എത്തേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് സംസ്ഥാന BJPക്ക് അകത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും പറയുന്ന കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ശതകോടികളുടെ, അല്ലെങ്കിൽ 100 കോടിയൊക്കെ വരുന്ന അഴിമതി നടന്നിട്ടുണ്ട്, 150 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും സംശയമൊക്കെ തന്നെ ചില നേതാക്കൾ പങ്കുവയ്ക്കുന്നു. പക്ഷേ അതൊക്കെ കണക്കിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ പറയാനും സാധിക്കില്ല. ഏതായാലും കൃത്യമായൊരു അന്വേഷണവും നടപടിയിലേക്കും കാര്യങ്ങൾ പോകും. കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പലരെയും ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയിലേക്ക് പോയി ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ്. ഉണ്ടായിട്ടുള്ള തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പാർട്ടിക്കകത്ത് നടപടി സ്വീകരിച്ചു, പക്ഷേ മറ്റു തലത്തിലേക്ക് അന്വേഷണം നീങ്ങിയില്ല. അപ്പോൾ ഇനി ആവശ്യമുണ്ടാകുന്നത് ഈ അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുമെന്നുള്ള വിവരമാണോ പുറത്തേക്ക് വരുന്നത്? തീർച്ചയായും BJPയെ സംബന്ധിച്ച് ഇപ്പോൾ പൊടുന്നനെ ഒരു നടപടി വരും. മാധ്യമങ്ങളിലെല്ലാം വലിയ ചർച്ചയായി. ഞാൻ പ്രത്യേകം വാർത്തയിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊന്നും മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതല്ല. പാർട്ടിയിലെ ബന്ധപ്പെട്ട ചുമതലപ്പെട്ടവർ ട്രഷറർക്ക് മുൻപാകെ പരാതി എത്തുന്നു. ദേശീയ നേതൃത്വം, BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് BJPയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ്. അദ്ദേഹത്തിന് മുന്നിലേക്ക് പരാതി വരുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നിന്ന് പരാതി സംസ്ഥാന നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ അതിനെ അവഗണിച്ച് കളയാൻ സാധിക്കില്ല. അന്വേഷണം നടക്കുന്നു, ചിലർക്കെതിരെ നടപടി വരുന്നു. ആ ചിലരിൽ മാത്രമായി അന്വേഷണം അല്ലെങ്കിൽ നടപടി ഒതുങ്ങില്ല എന്നതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾ സീറ്റുകൾ കൂടുതൽ നേടുക എന്നായിരുന്നു. അതിനപ്പുറത്തേക്ക് സാമ്പത്തിക താല്പര്യത്തോടെ കുറേ പേർ ഇടപെട്ടു എന്നത് ദേശീയ നേതൃത്വത്തെ വല്ലാണ്ട് അപലാദപ്പെടുത്തുന്ന കാര്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നടപടി പൊടുന്നനെ ഉണ്ടായില്ലെങ്കിൽ പോലും ഘട്ടം ഘട്ടമായി ഇതിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം മാധ്യമങ്ങളുടെ എല്ലാം ശ്രദ്ധ ഒരുപക്ഷെ മാറി നിൽക്കുന്ന ഘട്ടത്തിലായിരിക്കാം BJPയിൽ ചില നടപടികൾ ഉണ്ടാകുക. എല്ലാ കാലത്തും അങ്ങനെയാണ്. കാരണം പരാതി വന്നു കഴിഞ്ഞാൽ അതിന് പിന്നാലെ നടപടി എടുക്കുന്ന ഒരു രീതിയല്ല. എല്ലാം ഒന്ന് കെട്ടടങ്ങി എല്ലാവരും മറന്നിരിക്കുന്ന അവസരത്തിലായിരിക്കും നടപടികൾ ഉണ്ടാകുക. ഏതായാലും വളരെ ഗൗരവത്തോടെ തന്നെ ഇപ്പോൾ താഴെത്തട്ടിലെ പ്രവർത്തകരൊക്കെ സംസാരിക്കുമ്പോൾ അവർ താഴെത്തട്ടിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോൾ കൊടിയുടെയും തൊപ്പിയുടെയും ഷോളിൻ്റെയും മറ്റ് കണക്കുകളും കട്ടൗട്ടിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ അവർ 1 മാസം അല്ലെങ്കിൽ 2 മാസത്തെ പ്രചാരണ കാലത്ത് സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രയാസപ്പെടുമ്പോൾ മറ്റു പലരും സമ്പത്തുകൾ വാരിക്കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചു എന്നത് വളരെ ഞെട്ടലോടെ തന്നെ കാണുകയാണ്. അതും ഈ പരാതിയെല്ലാം തന്നെ ദേശീയ നേതൃത്വത്തിന് മുന്നിലേക്കും സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലേക്കും പാർട്ടിക്കുള്ളിൽ നിന്ന് കണ്ട ഒരാളുടെ അല്ല പലരുടെയും പരാതികൾ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ മാധ്യമ പ്രവർത്തകരോ ഒന്നുമല്ല ഈ വിവരങ്ങളൊന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. പാർട്ടിക്കകത്ത് തന്നെ പ്രവർത്തകരുടെ ഭാഗത്ത് തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തേക്ക് വരികയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത് അവരാണ്. എന്തായാലും ഇതിലിനി കൂടുതൽ നടപടികളിലേക്ക് എങ്ങനെ കടക്കും BJP എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ട് അറിയേണ്ടത്. വലിയ തട്ടിപ്പുകൾ, അഴിമതി ഉണ്ടായിരിക്കുന്നു. അത് കൊടിയിൽ തുടങ്ങി അടിമുടി സംഭവിച്ചു എന്നുള്ളതാണ്.